हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് ഒരു ശ്ലോകം കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് 43, 44 ചെല്ലാം. വ്യവസായോ വ്യവസ്ഥാനം എന്നുള്ള നാമം കഴിഞ്ഞു. ഇനി 43, 44 ഒന്നിച്ച് ചെല്ലാം. രാമോ വിരാമോ വിരതോ മാർഗോ നേയോനയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമാ വൈകുണ്ഠഃ പുരുഷഃ പ്രാണദഃ പ്രണവഃ പ്രഭു ഹിരണ്യഗർഭഃ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോഷജ. ഇന്നത്തെ നാമം 396. വിരത. വിരത എന്ന് വെച്ചാൽ വിഷയഭോഗൈശ്വര്യ ഇല്ലാത്തവൻ. വിഷയഭോഗൈശ്വര്യമില്ല, വിഷയഭോഗേച്ഛ ഇല്ലാത്തവൻ. വിഷയഭോഗങ്ങളിൽ ഇച്ഛയില്ലാത്തവൻ എന്നർത്ഥം. സ്വീകരിക്കാത്തവനോ അനുഭവിക്കാത്തവനോ എന്നല്ല അർത്ഥം. അതിൽ ഇച്ഛയില്ല എന്നർത്ഥം. വിരക്തിയുള്ളവൻ. വിരക്തി എന്ന് വെച്ചാൽ വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് പോലോ സന്യാസത്തിന് പോലോ അല്ല, ഭൗതിക സുഖങ്ങളോ എല്ലാം വലിച്ചെറിഞ്ഞ് കാട്ടിലേക്ക് പോലോ അല്ല വിരക്തി എന്ന് പറഞ്ഞാൽ. വിരക്തി മീൻസ് ഇൻ്റലിജൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ്. ഗിവ് അപ്പ് എവറിത്തിങ് വിത്തൗട്ട് ഗിവിങ് എവേ എനിത്തിങ്. മനസ്സിലായില്ലേ? ഒരു സെൻസ് ഓഫ് അൺകൺസേൺനെസ്. കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. കിട്ടിയ വലിയ ആഹാന്നും പറയില്ല, കിട്ടിയില്ലെങ്കിൽ വലിയ ഹീന്നും പറയില്ല. ഐ ആം നോട്ട് ബോതേഡ്, ദാറ്റ്സ് ഇറ്റ്. കിട്ടിയാൽ വേണ്ടെന്ന് പറയില്ല, അനുഭവിക്കും. കിട്ടിയില്ലേ എന്നൊന്ന് കരയാനും മുകളിൽ. അതുകൊണ്ടാണ് വിഷയഭോഗ ഇച്ഛയില്ലാത്തവൻ അർത്ഥം. അതിനൊരു പ്രത്യേക ഇച്ഛയില്ല. ഹി ഹാസ് നോ ഡിസയർ ഫോർ ദാറ്റ്. ഇഫ് ഇറ്റ് കംസ്, ഇറ്റ് കംസ്, ദാറ്റ്സ് ഓൾ. അതാണ് വിരക്തി എന്ന് പറയുന്നത്. വൈരാഗ്യം എന്നൊക്കെ പറയേണ്ടതാണ്. ദാറ്റ് ഈസ് വൈരാഗ്യം. അപ്പോൾ ഭഗവാന് വിരത എന്നുള്ളൊരു പേര് ഉണ്ട്. ഭഗവാൻ വിരതൻ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിൽ, അല്ലേ? അദ്ദേഹം നിസ്പൃഹനായതുകൊണ്ട് പരമാനന്ദ സ്വരൂപത്തിൽ വർത്തിക്കുന്നവനാണ് സദാസമയത്തും. ഹി ഓൾവേസ് ലിവ്സ് ഇൻ ദാറ്റ് ബ്ലിസ് സ്റ്റേറ്റ് ആൻഡ് ബിയാറ്റിറ്റ്യൂഡ്. സദാസമയത്ത് ആനന്ദത്തിൽ കഴിയണവൻ. അവനെന്തിനാ സുഖം? ആനന്ദത്തിൽ കഴിയണവൻ എന്തിനാ സുഖം? നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടതുപോലെ ആഗ്രഹങ്ങൾ അതേപടി പൂർത്തീകരിച്ചാൽ തീർച്ചയായിട്ടും സുഖം ലഭിക്കണം. അത് സംശയമില്ലേ? മെറ്റീരിയൽ പ്ലഷേഴ്സ് ഓൾവേസ് ഡു ഗിവ് യു ജോയ്. വിചാരിച്ച ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഒരു കപ്പ് കാപ്പി കിട്ടണമെന്ന് പറഞ്ഞാൽ കാപ്പി ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സുഖം തന്നെയാണ്, യാതൊരു സംശയമില്ല. ആഗ്രഹിച്ച സാധനങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയാൽ അത് സുഖം തന്നെയാണ്, നോ ഡൗട്ട്. പക്ഷേ അത് ശാശ്വതമല്ല, അത് നമ്മൾ കണ്ടു. നോട്ട് പെർമനൻറ്റ്. കാരണം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം ശാശ്വതമല്ല.
ശ്രദ്ധിക്കണേ, ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം ശാശ്വതമല്ല. ശാശ്വതമല്ല എന്ന് മാത്രമല്ല, അത് അൾട്ടിമേറ്റ്ലി അവസാനം ആ സുഖം ദുഃഖത്തിന് കാരണമായി തീരും ചെയ്യും. അതിനാണ് കൂടുതൽ സാധ്യത. ഭഗവാൻ അത് വളരെ വളരെ വ്യക്തമായിട്ട് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോന ഏവതേ അദ്യന്തവന്ത കൗന്തേയ നതേഷു രമതേ ബുധാ. എന്തൊരു അഡ്വൈസാണ്. യേഹി സംസ്പർശജാ ഭോഗ, സ്പർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഭോഗം. സ്പർശനം മീൻസ് മാത്ര സ്പർശസ്തു കൗന്തേയ, വെൻ സെൻസ് ഓർഗൻസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് സെൻസ് ഓബ്ജക്ട്സ്. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ ചെന്ന് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവമാണ് സുഖമെന്നും ദുഃഖമെന്നും ഒക്കെ ഉണ്ടാക്കുന്നത്. അനുകൂലമായിട്ടുള്ള അനുഭവമാണെങ്കിൽ സുഖം, പ്രതികൂലമായിട്ടുള്ള അനുഭവമാണെങ്കിൽ ദുഃഖം. രണ്ടും ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏഹി. അപ്പോൾ ആ മാത്ര സ്പർശസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖത അഗമാപായിനോ നിത്യ താം തിതീക്ഷസ്വ ഭാരത. അത് വരും പോവും. അതാ പറഞ്ഞേ, പെർമനൻ്റ് അല്ല. അത് കുറച്ച് സുഖം ഉണ്ടാവും, 2 മണിക്കൂർ കഴിഞ്ഞാൽ സുഖം പോവും, ദുഃഖം വരും. ദുഃഖം 1 മണിക്കൂർ നിൽക്കും, അത് കഴിഞ്ഞ് അത് പോവും, പിന്നെ സുഖം വരും, 15 മിനിറ്റ് നിൽക്കും, പിന്നെ ദുഃഖം വരും, അത് 20 മിനിറ്റ് നിൽക്കും. ഇങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. താം തിതീക്ഷസ്വ ഭാരത, പൊറുക്കുക ഭാരത. ഡോണ്ട് മൈൻഡ്, ജസ്റ്റ് ഡോണ്ട് കെയർ. എന്തൊരു sublime advice. Look at it. Just leave it. Unconcerned about it. ആ ടോൺ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഏഹി സംസ്പർശജോ ഭോഗ. ഏത് ഭോഗങ്ങളാണോ സംസ്പർശജം കൊണ്ടുണ്ടാകുന്നത്, കോണ്ടാക്ട് കൊണ്ടുണ്ടാകുന്നത്, ദുഃഖയോനയ ഏവതേ. അത് അർജുന, ദുഃഖത്തിലേക്ക് കാൽ നീട്ടുള്ളൂ. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഗിവ് യു സോറോ. ആദ്യന്തവന്ത കൗന്തേയ. അതുണ്ടാകും, അത് നശിക്കും. സുഖം. ഏഹി സംസ്പർശജാ ഭോഗ. ഇന്ദ്രിയ വിഷയങ്ങളിൽ സമ്പർക്കം കൊണ്ടുണ്ടാക്കുന്ന ഭോഗങ്ങൾ ആദ്യന്തവന്ത കൗന്തേയ. അത് ഉണ്ടാകും, അത് മരിക്കും. അതുകൊണ്ട് നതേഷു രമതേ ബുധ. ബുധന്മാരെ, ബുദ്ധിയുള്ളവർ അതിൽ രമിക്കില്ല. ദേ വിൽ നെവർ എൻജോയ് ദാറ്റ്. വിഷയാ സംഘസൗഖ്യങ്ങൾ ദുഃഖഹേതുക്കൾ തന്നെയാം. തമ്പുരാൻ്റെ തർജ്ജമ നോക്കൂ. ഏഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവത. വിഷയാ സംഘസൗഖ്യങ്ങൾ. ഏഹി സംസ്പർശജാ ഭോഗ വിഷയാ സംഘസൗഖ്യങ്ങൾ ദുഃഖയോനയ ഏവതേ. ദുഃഖഹേതുക്കൾ തന്നെയാം. ദുഃഖഹേതുക്കൾ തന്നെയാണ്, ഒരു സംശയമില്ല. ആദ്യന്തവന്ത കൗന്തേയ. ഉണ്ടാം, നശിക്കും കൗന്തേയ, രമിക്കില്ലവയിൽ ബുധൻ. അതിൽ ബുദ്ധിമാന്മാരത്ര ഊന്നൽ കൊടുക്കില്ല അർജുന. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ ഹേ കൗന്തേയ, കുന്തിക ബേട്ട, വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖങ്ങൾ ദുഃഖത്തിന് കാരണമായി തീരുള്ളൂ. എന്തെന്നാൽ അവ ഉൽപ്പത്തിക്കും വിനാശത്തിനും കാരണമായിട്ടുള്ളവയാണ്. ഉൽപ്പത്തിയും വിനാശവും അവർക്കുണ്ട്. അപ്പം പിന്നെ സുഖം പോകുമ്പോൾ ദുഃഖമില്ലാണ്ടിരിക്കും. എന്തായി പറയണത്? സുഖമായിട്ടുള്ള വസ്തു നമ്മളുടെ കയ്യിൽ കിട്ടി, അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ദുഃഖമില്ലാണ്ടിരിക്കും. പിന്നെ എന്താ ദുഃഖം? ദുഃഖാവില്ലേ? അപ്പം നാച്ചുറലി ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന ക്ഷണികമായിട്ടുള്ള ഭോഗവസ്തുക്കൾ കുറച്ച് നേരം നമ്മുടെ കയ്യിലിരുന്ന് അത് നശിച്ചു പോവും. ആ ബലൂൺ കുട്ടികളുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോണ പോലെ പൊട്ടും.
കുട്ടികളുടെ കയ്യിൽ ബലൂൺ പൂരത്തിന് പോയിട്ട് പൂരപ്പറമ്പിൽ വെച്ചിട്ട് 4-5 ബലൂൺ മേടിച്ച് കയറി നൂലുമ്പിലൊക്കെ കെട്ടി ചുറ്റിയിട്ട് അവർക്ക് സന്തോഷമായി, ആഹ്ലാദമായി, ഹായ് എന്താ സുഖം. വീട്ടിലെത്തി പഠിപ്പര കയറുമ്പോഴേക്കും ഒരെണ്ണം ഇടും. അതോടുകൂടിയ കുട്ടറെ മുഖം ചുളി. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു കൊടുക്കുക? സാരില്ലടാ, ഈ ബലൂണൊക്കെ എത്ര കാലം നിൽക്കും, നീ എന്താ ഈ പൊട്ടന്മാരുടെ പോലെ, ഇപ്പം എല്ലാം പൊട്ടിപ്പോവില്ലേ, കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ രണ്ടാമത്തെയും പൊട്ടും. അവിടുന്ന് പടി കയറുമ്പോഴേക്കും രണ്ടാമത്തെയും പൊട്ടും. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യത്തെ ദുഃഖത്തിനേക്കാൾ രണ്ടാമത്തെ ദുഃഖം കുറച്ച് കുറയും. കാരണം കുട്ടിക്കൊന്നും മനസ്സിലായി ഇതങ്ങനെ പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഊണ് കഴിക്കാതിരിക്കുമ്പോഴും ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് കുട്ടി വലത്തെ കണ്ട് ഊണ് കഴിക്കുക. അറ്റാച്ച്മെൻറ്റ് അത്രയ്ക്ക് ഉണ്ട് ഭോഗങ്ങളോടെ. അങ്ങനെ ഊണ് കഴിക്കാതിരിക്കുമ്പോഴാണ് മൂന്നാമത്തൊന്ന് പൊട്ടും. ബും, എല്ലാവരും ഞെട്ടും, പൊട്ടും. ആ കുട്ടിക്ക് അത്രയും വ്യസനം ഉണ്ടാവില്ല. അതും പൊട്ടുമല്ലേ, ഇതും പൊട്ടറാ. കുട്ടി എണീറ്റ് കയ്യാഴാൻ പോകുമ്പോൾ അത് എവിടെയെങ്കിലും തട്ടി അതും പൊട്ടും. പോട്ടെ. ഇനിയിപ്പോൾ പിന്നെ അടുത്ത നാളെ പോരുന്നതിന് പോകുമ്പോൾ അച്ഛൻ മേടിച്ചു തരുമോ? മേടിച്ചു തരാമല്ലോ, അതിനെന്താ എനിക്ക് എത്ര ബലൂൺ വേണമെങ്കിൽ മേടിച്ചു തരാം. പക്ഷെ പൊട്ടുമ്പോൾ കരയരുത്. നമ്മൾ കുട്ടികളോട് ഇതല്ലേ പറയണത്. ആ കുട്ടികളുടെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തിയായിട്ട് എന്താ വ്യത്യാസം കൂട്ടരെ? നല്ല വ്യത്യാസമുണ്ടോ? നമ്മളോട് ആരാ അത് പറഞ്ഞുതരിക? ഭഗവത്ഗീത അല്ലാണ്ട് വേറെ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരാൻ വന്ന അയാളെ നമ്മൾ ചേട്ടത്തട്ടിക്കില്ലേ? താൻ ആരോടും എൻ്റെ കാര്യം നോക്കാമെന്നൊന്നും വരില്ലേ? ഭഗവത്ഗീത ധൈര്യമായിട്ട് പറയാം. ആദ്യന്തവന്ത കൗന്ദേയ, കുന്തിപുത്ര, ഇതിലാരും രമിക്കില്ല, ഒരാളും ഇതിൽ രമിക്കില്ല. ആ ബലൂൺ കുറച്ച് നേരം കയ്യിൽ വെച്ചു, എന്തിപ്പത്തെ സന്തോഷിച്ചല്ലോ, അതൊക്കെ പൊട്ടിപ്പോവേ. സുഖിച്ചോ, സന്തോഷിച്ചോ, നല്ല കാര്യം. പക്ഷെ പൊട്ടുമ്പോൾ എന്തിനാ മുഖം ചുളിപ്പിക്കണം? സുഖങ്ങൾ നമുക്ക് കിട്ടാനുള്ള 5 വഴികളല്ലേ ഉള്ളൂ മാഷേ. അവന്യൂസ് ഓഫ് പ്ലഷർ. നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടാനുള്ള അനുഭവങ്ങൾ, ഹാപ്പി മൊമെൻറ്റ്സ്. കല്ലുട്ടിക്കാർക്ക് അറിയാം ഹാപ്പി മൊമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താന്ന്. ഹാപ്പി അവർ എന്നൊക്കെ പറഞ്ഞു. ഈ ഹാപ്പി മൊമെൻറ്റ്സ് കിട്ടാനുള്ള 5 അവന്യൂസേ ഉള്ളൂ. ആ 5 അവന്യൂവിൽ നിന്നാണ് ഈ കിട്ടുന്ന ലോകത്തുള്ള എല്ലാ ഹാപ്പിനെസ്സും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ദാറ്റ്സ് ഓൾ. ഈ 5 ഇവയിൽ നിന്ന്, 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ, അതാത് കണ്ണിന് രൂപം, മൂക്കിന് ഗന്ധം, നാക്കിന് രസം, ത്വക്കത്തിന് സ്പർശം, ചെവിക്ക് ശബ്ദം. അതങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള സ്രോതസ്സുകൾ ഈ 5 കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അപ്പോൾ ഒന്നിൽ കൂടുതലോ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് കിട്ടുന്ന അനുഭവങ്ങൾ അനുകൂലമാണെങ്കിൽ നമുക്ക് സുഖം, പ്രതികൂലമാണെങ്കിൽ ദുഃഖം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ, ഇന്ദ്രിയ വിഷയങ്ങളെ. ഇന്ദ്രിയ വിഷയങ്ങളെയാണ് നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യണത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന രൂപ, ഗന്ധ, രസ, സ്പർശ, ശബ്ദത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതില്ലേ നമ്മുടെ ആഫീസപ്പ പൂട്ടി. നോ മോർ പ്ലഷർ, ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കുറച്ചൊരു എൻ്റെ കൂടെ വരണേ. ഓരോ ആഗ്രഹങ്ങൾ സുഖം കിട്ടാനായിട്ട് പൂർത്തിയാക്കുമ്പോൾ മനസ്സിൻ്റെ ആഗ്രഹം പൊന്തി വന്നു, കാപ്പി കുടിക്കണം എന്ന് തോന്നി. അത് കാപ്പി കുടിക്കാനായിട്ട് ഞാൻ വട്ടം കൂട്ടി പരിശ്രമിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ ആഗ്രഹത്തിനെ പൂർത്തിയാക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുന്നു. കാപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ നാക്കൊണ്ട് രസം കിട്ടണം, മൂക്കൊണ്ട് ഗന്ധം കിട്ടണം, ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സുഖം പ്രാപിക്കുന്നു.
നല്ല തണുപ്പ് കാലത്ത് ചുട്ടുവെള്ളം ഷവറിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് വിചാരിക്കുക. നല്ല ഡിസംബർ മരം കോച്ചന തണുപ്പെന്നൊക്കെ പറയില്ലേ. ഒന്ന് ബാത്റൂമിൽ പോയിട്ട് ആ ഷവർ ഒന്ന് ഓൺ ചെയ്തിട്ട് ചൂടുവെള്ളം ഹോട്ട് വാട്ടർ ഒന്ന് മേത്തേക്ക് വീട്ടെ, എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? ഈ സിനിമ പാട്ടൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലേ. ബിക്കോസ് ഹാപ്പിനെസ്. റൂപ്പ് തര മസ്താന എന്നുള്ള പാട്ടൊക്കെ അല്ലേ വരിക അല്ലേ. നേരെ മറിച്ച് ബൈ മിസ്റ്റേക്ക് ആ ഹോട്ട് വാട്ടർ ഷവർ തുറക്കണതിന് പകരം അറിയാതെ കൈയൊന്ന് പോയിട്ട് മറ്റേ ഷവറിൽ തിരിച്ചു വിചാരിക്കുക, തണുത്ത വെള്ളം വരുന്ന ഷവറിൽ. അപ്പോഴോ റൂപ്പ് തരാ മസ്താന വരുമോ? അപ്പം എന്താ വരിക? ഗുരുവായൂരപ്പാ തണുക്കണോ? അപ്പം ഗുരുവായൂരപ്പനെ വിളിച്ചു. അപ്പാവാം അല്ലേ. മനുഷ്യ സ്വഭാവമാണത്. നമ്മളെന്നെ നോക്കി ചിരിക്കേണ്ട ഒരവസ്ഥയാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു കോഫി ഒരു ഇല്ല എന്താ പറയുക, ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ നമ്മുടെ ത്വക്കിലേക്ക് വീഴുമ്പോൾ സ്പർശം കൊണ്ട്, ആ വെള്ളത്തിൻ്റെ സ്പർശം കൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നു. നേരെ മറിച്ച് തണുത്ത വെള്ളം വീണാച്ചാൽ സുഖം കിട്ടില്ല, ദുഃഖം വരുന്നു. നല്ല തണുപ്പ് കഞ്ഞിക്ക് മുളക് ഉപ്പ് ഉരുമ്പിയതെന്ന് വിചാരിക്കുക. അതൊരു കഷ്ണം കണ്ടിട്ട് വായലം കണ്ട് എടുത്ത് വെച്ചു. ആ തണുപ്പ് എപ്പെട്ട പോകുന്നറിയില്ല. കേമായിട്ടുണ്ട് കേട്ടോ അല്ലേ. മുളകും പുളിയൊക്കെ തിരുമ്പി കഴിക്കാറില്ലേ നമ്മൾ? കൂട്ടാനൊന്നും അത്ര സുഖമില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കൂട്ടാനെക്കാട്ടിലും സുഖം അത്. ഇപ്പോൾ ഉള്ളി തിരുമ്പിയാന്നൊക്കെ പറയുന്നത്. അപ്പം എന്ത് തന്നെയായാലും അവിടെ എന്താ വരുന്നത്? അവിടെ നാക്കിൽ നിന്ന് നമുക്ക് രസം കിട്ടണം. ഭഗവാൻ പറയുന്നു ഇതൊക്കെ ശരി, ഓൾ ദിസ് ഈസ് കറക്റ്റ്. മാത്ര സ്പർശസ്തു കൗന്ദേയ ശീത ഉഷ്ണ സുഖ ദുഃഖത. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ശാശ്വതമല്ല കൂട്ടാ, ശാശ്വതമല്ല. പിന്നീട് ഈ സുഖങ്ങൾ ദുഃഖത്തിലേക്ക് നിന്നെ നയിക്കണം അല്ലേ. ആ നാവുമ്പിലത്തെ പുളി മറ്റേ മുളക് തിരുമ്പേൻ്റെ രസം എത്ര നിൽക്കും? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോസ് ചെല്ലണ്ടേ? 10 മിനിറ്റ് നിൽക്കരിക്കുക നാവുമ്പിൽ. ഹോട്ട് ഷവറിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം നമ്മുടെ മേത്ത് എത്ര നേരം നിൽക്കും? അത് കഴിയുമ്പോഴേക്കും നമുക്ക് തോർത്താൻ നേരമായി. അപ്പോൾ പിന്നെ കുറച്ച് തുടങ്ങും ഇല്ല. അപ്പോൾ ഒരു സുഖത്തിന് ഒരു ദുഃഖത്തിലേക്കല്ലേ നമ്മൾ വരണേ? ആലോചിച്ച് പോകും. സ്വയം വേറെ ആരുടെയും എക്സ്പീരിയൻസ് എടുക്കണ്ട, നമ്മളുടെ തന്നെ എക്സ്പീരിയൻസ് എടുത്താൽ മതി. അപ്പോൾ സുഖം നമ്മളെ പിന്നീട് ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അതന്നെയാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്, ഏഹി സംസ്പർശജ ഭോഗ. ഇത് ദുഃഖത്തിലേക്ക് നയിക്കുള്ളൂ. ഈ ക്ഷണിക സുഖം പോലും കിട്ടുന്നത് നമ്മളെ അവസാനം ദുഃഖത്തിലേക്ക് നയിക്കുള്ളൂ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭൗതികമായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ വഴി ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം നമ്പർ എ ശാശ്വതമല്ല. നമ്പർ 2 ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കും. അതൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ സത്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ എല്ലാവരുടെയും വിചാരം ഈ ഷവറിൻ്റെ ഉള്ളിലുള്ള ചൂടുള്ള വെള്ളമാണ് നമുക്ക് സുഖം തരുന്നതെന്നാണ്. അല്ലെങ്കിൽ ഉള്ളി മുളകും ഉപ്പ് തിരുമ്പിയതാണ് നമുക്ക് സുഖം തരുന്നതാണ്. ഒരിക്കലുമല്ല. ചൂടുള്ള വെള്ളത്തിലാണ് സുഖം എന്നുണ്ടെങ്കിൽ ആ ചൂടുള്ള വെള്ളം എൻ്റെ ദേഹത്തിൽ എപ്പോൾ വീണാലും എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നല്ല വേനൽക്കാലത്ത് വീണാലോ സുഖമില്ലല്ലോ. അതാ വസ്തുക്കളിൽ അല്ല, ഇന്ദ്രിയ വിഷയങ്ങളിൽ അല്ല സുഖം.
ഒരു കുപ്പി ബീർ അല്ലെങ്കിൽ ഒരു കുപ്പി കള്ളു കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആ കള്ളു കുടിച്ചാൽ ആർക്കും സുഖം കിട്ടണ്ടേ? ചിലവരെ അതിൻ്റെ അടുത്തു കൂടെ പോയില്ലല്ലോ. ചിലവർക്കത് കഴിക്കണ്ട, കുപ്പി കെട്ടിപ്പിടിച്ചിരുന്നാൽ മതി, ഭയങ്കര സുഖമാണ്. അപ്പോൾ എവിടുന്നാ സുഖം വരുന്നത്? ആ സാധനത്തിൽ നിന്നാണോ? വാട്ട് ഈസ് ദി സ്രോതസ്? വാട്ട് ഈസ് ദി ഒറിജിൻ ഓഫ് സുഖം? സുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ മനസ്സ് കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും സുഖമായിട്ട് തോന്നില്ല നമുക്ക്. നല്ല പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഒരു നല്ല അവിയൽ, എലിശ്ശേരി ഇതൊക്കെ ഉണ്ടാക്കി തരട്ടെ? ഏയ് വേണ്ട, അതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട എനിക്ക് എന്താ ഒരു ഉപ്പുമാങ്ങ മതി. അപ്പോൾ അവിയലിലാണോ സുഖം? എലിശ്ശേരിയിലാണോ സുഖം? ഉപ്പുമാവിലാണോ? അല്ലോ, ഉപ്പുമാങ്ങയിലാണോ സുഖം? സാധാരണഗതിയിൽ ഉപ്പുമാങ്ങ കണ്ടാൽ അമ്മ ചീത്ത പറയണ കക്ഷി അയാൾ. ഉപ്പുമാങ്ങയില്ലാണ്ട് ഒന്നും കണ്ടില്ല അമ്മയ്ക്ക് തരാൻ. അപ്പോൾ അയാൾക്ക് ആ ഉപ്പുമാങ്ങ വേണ്ടോ? അപ്പോൾ സുഖം എവിടെയുള്ളത്? സുഖം മനസ്സിലല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, കിട്ടുന്ന ഭൗതിക വസ്തുക്കളിൽ നിന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പറക്കിയെടുക്കുന്ന സുഖം ഒരു കാലത്തും ശാശ്വതമല്ല. രണ്ട്, അത് ദുഃഖത്തിലേക്ക് വഴി നയിക്കുന്നു. മൂന്ന്, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ആ അശാശ്വതമായ സുഖമാണെങ്കിൽ പോലും ആ സുഖവും ആ സാധനത്തിൽ നിന്നല്ല കിട്ടുന്നത്, വിഷയങ്ങളിലല്ല സുഖം. സുഖം എൻ്റെ മനസ്സിലാണ്. ഞാൻ തീരുമാനിക്കും സുഖം വേണോ വേണ്ടെന്ന്. അത് അനുകൂലമാകുമ്പോൾ ഞാൻ സുഖം, പ്രതികൂലമാകുമ്പോൾ ദുഃഖം എന്ന് ഞാൻ പരിശീലിച്ചു പോകുന്നു ജന്മാന്തരങ്ങളായിട്ട്. ആ പ്രാക്ടീസ് ഞാൻ ഫോളോ ചെയ്യുന്നു. അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ സുഖത്തിൻ്റെ ഉറവിടം നമ്മളുടെ മനസ്സാണ്, വിഷയങ്ങളല്ല. പക്ഷെ മനുഷ്യൻ ഈ കസ്തൂരിമാനെ പോലെ സുഖം കിട്ടാനായിട്ട് ലോകം മുഴുവൻ ചുറ്റുന്നു. ആ സാധനം നമ്മുടെ മനസ്സിലുണ്ട്. ഇനി സുഖം സുഖം കാന്താരമെല്ലാം തിരിയുന്നു നമ്മൾ എന്ന് പറഞ്ഞില്ലേ ഉള്ളൂര്. സുഖം സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കാന്താരം ഈ ലോകം മുഴുവൻ തിരിഞ്ഞ് നടക്കുകയാണ് നമ്മളുടെ ഉള്ളിൽ ഇരിക്കേണ്ടത്. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളിലല്ല സുഖം എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സുഖത്തിന് വേണ്ടി ജീവിക്കില്ല. കാരണം ഇന്ദ്രിയങ്ങളല്ല നമുക്ക് സുഖം തരുന്നത്, ഇന്ദ്രിയ വിഷയങ്ങളല്ല നമുക്ക് സുഖം തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ സുഖത്തിന് വേണ്ടി പോവില്ല. ബിക്കോസ് യു കനോട്ട് പ്രൊഡ്യൂസ് ഹാപ്പിനെസ് ഇൻ മീ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ തിരിച്ചു മനസ്സിലാക്കിയതാണ്. നമ്മളെപ്പോഴും ഈ വലത്തെ കൈ കൊണ്ട് എഴുതി 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 ശീലിച്ചു. ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ പറഞ്ഞാൽ പറ്റണില്ല. അതുപോലെ ഇടത്തെ കൈ കൊണ്ട് എഴുതുന്ന എത്ര സുന്ദരമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മളോടൊന്ന് ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ പറഞ്ഞു നോക്കുക, ആദ്യം നാവ പുറത്തേക്ക് വരിക ഇടത്തെ കൈ കൊണ്ട് എഴുതാൻ പറഞ്ഞു. എന്താ കാരണം? ഇടത്തെ കൈന് കഴിവില്ലായിട്ടല്ല, എല്ലാവർക്കും രണ്ട് കൈനും കഴിവ് ഒപ്പം തന്നെയാണ്. പക്ഷേ നമ്മളുടെ പ്രാരാബ്ധം കാരണം, കൊണ്ടുവന്നിട്ടുള്ള ആ മൂട്ട കാരണം, അതിലുള്ള ഒരുപാട് പ്രസിഡൻസ് കാരണം, നമ്മളുടെ പഴയ അനുഭവങ്ങൾ കാരണം നമുക്ക് വലത്തെ കൈ സ്വാധീനം തോന്നും, ഇടത്തെ കൈന് ഒരു സ്വാധീന കുറവുമില്ല. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് ഇടത്തെ കൈ കൊണ്ട് സവ്യസാചിയായിട്ട് നമുക്ക് വർത്തിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം സുഖത്തിന് വേണ്ടി നമ്മൾ പിന്നെ ജീവിക്കില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ജീവിക്കുക? സുഖമായിട്ട് ജീവിക്കും നമ്മൾ. വളരെ വ്യത്യാസമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെല്ലാവരും സുഖത്തിന് വേണ്ടി ജീവിക്കണോ സുഖമായിട്ട് ജീവിക്കണോ? ഇതൊന്നും മിണ്ടത്ത്. നമ്മളുടെ പരിശ്രമം മുഴുവൻ സുഖത്തിന് വേണ്ടി ജീവിക്കാനാണോ അതോ സുഖമായിട്ട് ജീവിക്കലാണോ? സുഖമായിട്ട് ജീവിക്കാൻ ഒരു പരിശ്രമവും വേണ്ട. കാരണം നമ്മളുടെ മനസ്സങ്ങോട്ട് തീരുമാനിച്ചാൽ മതി സുഖമാണെന്ന്. സുഖത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വസ്തുക്കളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അത് ശാശ്വതമായിട്ടുള്ള സുഖം വല്ലതും ഉണ്ടോ നോക്കണം.
അത് കിട്ടിയാൽ അത് ദുഃഖമായിട്ട് മാറാത്ത വല്ല സുഖങ്ങളും ഉണ്ടോ എന്ന് നോക്കണം. എന്നൊക്കെ ആയാലേ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും തട്ടാൻ്റെ വളപ്പിലെ മുയൽ എന്ന് പറഞ്ഞ പോലെ ഒരു കൊട്ട് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുഖം പോകും. ഡീ അതാണ് നമ്മുടെ മാനസികാവസ്ഥ. സത്യം അതാണ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുക, സുഖമായിട്ട് ജീവിക്കുകയാണോ വേണ്ടത്, സുഖത്തിന് വേണ്ടി ജീവിക്കുകയാണോ വേണ്ടത്. അപ്പം ഇന്ദ്രിയ വിഷയങ്ങൾ എങ്ങനെയുള്ളവയായാലും, നമുക്ക് പ്രതികൂലം തരുന്നതായാലും ശരി, അനുകൂലം തരുന്നതായാലും ശരി, എൻ്റെ മനസ്സിൽ നിന്ന് സുഖം ഖനനം ചെയ്ത് എനിക്ക് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നീട് ഇന്ദ്രിയ വിഷയങ്ങൾ അപ്രസക്തം. ഐ ആം ഡിറ്റാച്ച്ഡ് ടു ഇറ്റ്. അല്ലേ? ഞാൻ ഇതേപോലെ വിചാരിച്ചിരുന്നത് ഇവറ്റയാണ് നമുക്ക് സുഖം തരുന്നതായി. ഇവറ്റയ്ക്ക് ഒന്നും പറ്റില്ല. ദേ ഹാവ് നോ പവർ. വെറുതെ പിപ്പിടി കാണിക്കാൻ നമ്മളെ വന്നിട്ട് അത് തരാം, ഇത് തരാം, അത് തരാം, മറിച്ച് തരാമെന്ന് കൊണ്ട് ഇവരൊന്നല്ല നമുക്ക് സുഖം തരണേ. ഇപ്പോഴല്ലേ പിടികിട്ടുന്ന കാര്യം. നമ്മുടെ സുഖവും നമ്മളുടെ ദുഃഖമൊക്കെ തീരുമാനിക്കാൻ എൻ്റെ മനസ്സാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയേത്. എന്നെ ചങ്ങലക്കിടാനും എന്നെ ചങ്ങലയിൽ നിന്ന് വിടിപ്പിക്കാനും ഒക്കെ കാരണം എൻ്റെ മനസ്സാണ്. അല്ലാണ്ട് പുറത്തുള്ള ബാഹ്യവസ്തുക്കൾക്കൊന്നും ദേ ഹാവ് നോ പവർ. ദേ ആർ പവർലെസ് ക്രീച്ചേഴ്സ്. നമ്മൾ ആവശ്യമില്ലാത്ത പവർ അതിനെ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടിമപ്പെടുക അതിന് വേണ്ടിയിട്ട്. അവർ പറയണത് കേട്ടിട്ട് റാൻ എന്ന് പറയാം. എന്തിനതിന് പോണ്? അതാണ് ഡിറ്റാച്ച്മെൻ്റ് പറയുന്നത്. അങ്ങനെ ബാഹ്യവസ്തുക്കളെ, ഇന്ദ്രിയ വിഷയങ്ങളെ അപ്രസക്തമാക്കി വിടുമ്പോഴാണ് നമുക്ക് ഇൻ്റലിജൻറ്റ് അറ്റാച്ച്മെൻറ്റ്, എൻലൈറ്റൻഡ് അറ്റാച്ച്മെൻറ്റ്, സബ്ലൈം എൻലൈറ്റൻഡ് ഡിറ്റാച്ച്മെൻറ്റ്, സബ്ലൈം ഡിറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മൾ എന്ത് പറ്റും? സുഖത്തിന് വേണ്ടി ആഗ്രഹങ്ങളെ അനുകൂലമായി പൂർത്തീകരിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. കാപ്പി കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കാപ്പി കുടിച്ചാലും കാപ്പി കുടിച്ചില്ലെങ്കിൽ എൻ്റെ സുഖം ഈസ് ഇൻടാക്റ്റ്. ആ ആഗ്രഹം സാധിച്ചാലേ എനിക്ക് സുഖം ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തിനാ കാപ്പി കുടിക്കണം? കാപ്പി കിട്ടിയാലോ? കിട്ടിയാൽ കുടിക്കാം, കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ല. അത് അപ്രസക്തമാണ് എനിക്ക്. എനിക്ക് വേണ്ട സുഖം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടെത്തുന്നു. ഐ ആം സെൽഫ് ജനറേറ്റർ. എൻ്റെ സുഖത്തിൻ്റെ ഒരു സെൽഫ് ജനറേഷൻ എൻ്റെ അടുത്തുണ്ട്. ഒരു ജനറേറ്റർ സെറ്റ് എനിക്ക് തന്നിട്ടാണ് ഭഗവാൻ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എനിക്ക് തന്ന സുഖം മെനഞ്ഞെടുക്കാം. മൈ വിൽ ആൻഡ് പ്ലഷർ, മൈ മൈൻഡ്. ഞാൻ മനസ്സല്ല, എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് ഞാൻ മനസ്സായിട്ട് എടുക്കല്ല. ഞാൻ മനസ്സായാൽ ബുദ്ധിമുട്ടാവും. അപ്പം ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് അശാശ്വതമായ സുഖം നേടേണ്ട പ്രക്രിയ നമുക്ക് ആവശ്യമില്ല. ശാശ്വതമായ സുഖമാണെങ്കിൽ, അശാശ്വതമായ സുഖമാണെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് കിട്ടാവുന്നല്ലോ. ടെമ്പററി സുഖം വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സെനിക്ക് തരും. അല്ല, ശാശ്വതമായിട്ടുള്ള സുഖം വേണ്ട, ശാശ്വതമായിട്ടുള്ള സുഖം തരും. ഇറ്റ് ഈസ് ലെഫ്റ്റ് ഫോർ മീ ടു ഡിസൈഡ്. അത് ഈ ഇന്ദ്രിയ വിഷയങ്ങളോ ഇന്ദ്രിയങ്ങളെ ഒന്നും ബാധിക്കണമല്ല. അതൊന്നും മനസ്സിലാക്കൂ. ഇപ്പം എത്ര 1:45. ഇതിപ്പോൾ 1:45 അങ്ങോട്ട് മനസ്സിലായി. 2 മണി തൊട്ട് അങ്ങോട്ട് മാറാനോ അങ്ങനെയൊന്നും മാറാൻ നിൽക്കണ്ട കേട്ടോ. ഒന്നും പറ്റൂല. ബുദ്ധിമുട്ടാണ് നമുക്കൊക്കെ. ഇത് ഞാൻ പറയണത് എന്തിനാ വെച്ചാൽ അഭ്യാസേനത് കൗന്ദേയ എന്നാണ് പറയാം. വൈരാഗ്യേണ ജഗൃഹ്യതാം. അഭ്യാസം കൊണ്ടും പിന്നീട് വൈരാഗ്യം കൊണ്ടും കിട്ടാവുന്ന കാര്യങ്ങളാണത്. മനസ്സ് ചഞ്ചലമായിട്ടുള്ളതാണ്. അതിങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പിടിച്ചാൽ കിട്ടില്ല. ചഞ്ചലം ഹി മനഃകൃഷ്ണ. അതിന് പോകാൻ വഴിയാ ഭഗവാൻ ഉപദേശിച്ചൊരൊറ്റ വഴിയുള്ളൂ. അഭ്യാസേനത് കൗന്ദേയ. അഭ്യസിക്കുക. ഒരു ദിവസത്തിൽ നമ്മളുടെ ഉള്ളിൽ 100 ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ആ 100 അങ്ങോട്ട് ഫുൾഫിൽ ചെയ്ത് വിടുക. എന്തെങ്കിലാവട്ടെ. പിന്നത്തെ ദിവസം പറയാം, ഞാൻ തവണേ 90 ഞാൻ സാധിച്ചു തരില്ല കേട്ടോ, 10 ഞാൻ സാധിച്ചു തരില്ലേ. ഓക്കെ. ആ 10 അതിൽ കിട്ടാവുന്ന സുഖം മനസ്സിൽ നിന്നെടുക്കുക. ആ സുഖം
സുഖം വിടണ്ട, സുഖമായിട്ട് ജീവിച്ചാൽ മതി, സുഖത്തിന് വേണ്ടി ജീവിക്കണ്ട. അതെടുക്കുക. പിന്നെ പറയാം, ഇന്ന് 90 ഇല്ല കൂട്ടാ, ഇന്ന് 75 അങ്ങനെ കൊണ്ടുവന്ന് പറയാൻ ഞാൻ 25% ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു തരുള്ളൂ, ബാക്കിയൊന്നും ഞാൻ സാധിച്ചു തരില്ല. ഐ ആം സ്റ്റിൽ ഹാപ്പി. അങ്ങനെ വിട്ട് 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 പറയാം, എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ സാധിച്ചു തരാൻ പോകുന്നില്ല കൂട്ടാ, നീ എന്താ വെച്ചാൽ ചെയ്തോ, സ്ട്രൈക്ക് ചെയ്തോ, കൊടി പിടിച്ചോ, എനിക്കൊന്നും വരാൻ പോകുന്നില്ല. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുക. ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തൊരു വിഡ്ഢിത്തരം ചെയ്യണം. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹങ്ങളെ സൃഷ്ടിക്കുക, ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ആ ശ്രമത്തിൽ അഥവാ നമ്മളുടെ ആഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് പൂർത്തിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ സുഖം ഉണ്ടാവുക. ആ സുഖം അനിത്യമായിട്ടിരിക്കുക. അത് പോയി കഴിഞ്ഞാൽ പിന്നെയും ദുഃഖമാവുക. പിന്നെയും സുഖത്തിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക. ഇതിലൊക്കെ പേര് ആഗ്രഹങ്ങളെ കണ്ട് മിണ്ടാണ്ട് വിട്ടാൽ പോരെ, അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ, അവരവരുടെ പാട്ടിന് അവർ പൊക്കോട്ടെ. എൻ്റെ സുഖവും എൻ്റെ ആഗ്രഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരെ പറഞ്ഞാൽ നിങ്ങളോട് ഈ ലിങ്ക് ഉണ്ടെന്ന്? ശരീരത്തിൽ ചൊറി മാന്തിയാൽ സുഖം കിട്ടും ഇല്ലേ? ആർക്കാ കിട്ടാത്ത? ചൊറിയുണ്ട്, ആ ചൊറി ഇങ്ങനെ മാന്തിരിക്കുക, വലിയ രസമാണ്. എന്താ സുഖം അറിയോ? ഏയ്, ആ കയ്യേറ്റ എല്ലാവരും തട്ടി അവനോട് അപ്പം ദേഷ്യം വരും. അമ്മയായാലും ശരി, അച്ഛനായാലും ശരി. എന്താ ഈ കാണിക്കണത് എന്ന് ചോദിക്കും. ശരിയാണ്, പക്ഷെ അതിൻ്റെ പരിണിത ഫലം വ്രണം മൂർച്ഛിക്കുന്നല്ലേ ഉള്ളൂ. അതല്ലേ താൻ ചെയ്യണതും. സുഖത്തിന് വേണ്ടി വ്രണം സൃഷ്ടിച്ച് അത് മാന്താൻ നിൽക്കുക. സുഖം കിട്ടാൻ വേണ്ടിയിട്ട് വ്രണം സൃഷ്ടിക്കുക, എന്നിട്ട് ആ വ്രണം കിടന്ന് മാന്തുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടേണ്ട ഒരു അല്പസുഖം നമ്മൾ അനുഭവിക്കുക, അശാശ്വതമായിട്ടുള്ള സുഖം അനുഭവിക്കുക, പിന്നീട് ദുഃഖവും. ചൊറി ദേഹത്തുണ്ടെങ്കിൽ അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, അല്ല ഓയിൻമെൻ്റ് എന്തെങ്കിലും തേച്ച് വിട്ടോളൂ. ഈ ചൊറിമാന്തി സുഖം എനിക്ക് വേണ്ടാന്ന് അത് തീരുമാനിക്കുക ആദ്യം. ഈ ചൊറിമാന്തി സുഖം വേണ്ട എനിക്ക്, മടുത്തു. ഞാൻ ഈ ചൊറിമാന്തി സുഖം അനുഭവിച്ച് മടുത്തു, ശാശ്വതമായിട്ട് കിട്ടുന്നില്ല, എന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എന്തിനാ പിന്നെ ഈ ചൊറിമാന്തി സുഖം മേടിക്കാൻ നിൽക്കണം? എനിക്കത് എൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആഗ്രഹവും സുഖത്തിനും ഒരു ബന്ധവുമില്ല. ഇന്ദ്രിയങ്ങളിൽ നിന്ന് സുഖം എനിക്ക് കിട്ടിയാൽ അതൊരു ബോണസ്, ഞാൻ അത്രയായിട്ടേ കണക്കാക്കുള്ളൂ. അതെനിക്കൊരു ബോണസാണ്. എനിക്കതിൽ യാതൊരു ഇച്ഛയില്ല, കാംക്ഷയില്ല. കിട്ടിയാൽ വേണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ സുഖമായിട്ട് ജീവിക്കാനാണ്, സുഖത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ സുഖമായിട്ട് ഞാൻ ഓൾറെഡി ജീവിക്കാനാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു സുഖം തരികയാണെങ്കിൽ തന്നോ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മുതൽ മുടക്കനുസരിച്ചിട്ടുള്ള സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖം എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എനിക്കത് മതി. അന്യൻ്റെ മുതൽ മുടക്കുന്ന എനിക്ക് സുഖം എടുക്കേണ്ട യാതൊരു കാര്യമില്ല, ഞാനത് ചെയ്യൂല. അങ്ങനെ ഒരു അത്യാർത്ഥി ഇല്ല എനിക്ക്. അവരുടെ നിക്ഷേപത്തിൽ നിന്ന് എനിക്കൊരു സുഖവും വേണ്ട. എൻ്റെ നിക്ഷേപത്തിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ട് ഞാൻ ജീവിച്ചോളാം. യത് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. മനസ്സിലായി ശങ്കരൻ്റെ വാക്കുകൾ എത്ര പ്രോഫറ്റിക്കാ നോക്കൂ. യത് ലഭസേ നിജ കർമ്മോപാത്തം, നിന്റെ ന്യായമായിട്ടുള്ള കർമ്മം കൊണ്ട് ചെയ്ത് കിട്ടുന്ന ലഭതേ വിത്തം, അതിൽ നിന്ന് കിട്ടുന്ന ഫലം. തേന വിനോദയ ചിത്തം, യു എൻ്റർടൈൻ യുവർ മൈൻഡ് and then take happiness out of your mind and live happily. Don't live for happiness, live happily. എൻ്റെ സ്വപ്രയത്നം കൊണ്ട് എൻ്റെ ധാർമ്മിക പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന കർമ്മഫലത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ സന്തുഷ്ടനാക്കും. കാരണം എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത്. ഞാൻ മനസ്സിനെ അല്ല അനുസരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സ് ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല.
എൻ്റെ മനസ്സ് എൻ്റെ അടുത്ത് തന്നെ. ഞാൻ മനസ്സല്ല, ഞാനല്ല മനസ്സ്, എൻ്റെ മനസ്സാണ്. അത് ഞാൻ ആർക്കും ഉപയോഗിക്കാൻ തീരെഴുതി കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് പോലെ മനസ്സ് കേൾക്കും. അത് എൻ്റെ മനസ്സാണെങ്കിൽ. നിങ്ങളുടെ മനസ്സ് ഞാൻ പറഞ്ഞ പോലെ കേൾക്കില്ല, എൻ്റെ മനസ്സ് നിങ്ങൾ പറഞ്ഞ പോലെയും കേൾക്കില്ല. പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞ പോലെ കേൾക്കും. അത് നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കാൻ ഞാൻ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കൊടുക്കൂല. ഞാൻ മനസ്സിനെ അല്ല അനുസരിക്കണത്, മനസ്സ് എന്നെയാണ് അനുസരിക്കുന്നത്. എൻ്റെ ആജ്ഞകൾ എൻ്റെ മനസ്സ് സ്വീകരിക്കും. ആംഗലേയ കവി പറഞ്ഞില്ലേ, ഐ ആം ദി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ ഷിപ്പ് ആൻഡ് മാസ്റ്റർ ഓഫ് മൈ ഫെയ്റ്റ്. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്താൽ എനിക്ക് യാദൃശ്ചികമായിട്ട് വല്ല ഭോഗങ്ങളും വരികയാണോ ഭൗതിക ലോകത്തിൽ, എൻ്റെ കർമ്മങ്ങളെ കൊണ്ടോ അന്യൻ്റെ കർമ്മങ്ങളെ കൊണ്ടോ എന്തോ എനിക്ക് ന്യായമായിട്ട് അനുഭവിക്കാനുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് തട്ടി വലിച്ച് കളയില്ല. ഐ ആം നോട്ട് എ ഫൂൾ. ഒരു ഐശ്വര്യം നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കർമ്മഫലം കൊണ്ട് കിട്ടിയതല്ലോ, എല്ലാവർക്കും കൂടി കിട്ടിയപ്പോൾ എനിക്കും കിട്ടിയതല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട. അങ്ങനൊരു ഫൂളിഷ് ഡെസിഷൻ ഞാൻ എടുക്കില്ല. അതെനിക്ക് ആ വന്നിട്ടുള്ള ആ എന്താ പറയുക, ആ ടോട്ടൽ തിയറി ഞാൻ നിഷേധിക്കില്ലാവും. എഴുത്തച്ഛൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇങ്ങനെ പച്ച മലയാളത്തിൽ പച്ചയ്ക്ക് പറയാൻ എഴുത്തച്ഛനെ പോലെ വേറെ ആർക്കും പറ്റില്ല കേട്ടോ. പച്ച മലയാളത്തിൽ പച്ചയ്ക്ക് പറയാൻ എഴുത്തച്ഛന് മാത്രമേ പറ്റുള്ളൂ. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. എന്താ അതിൻ്റെ ആ രണ്ട് വരിയുടെ തത്വം എന്നാ മനസ്സിലാക്കണം? എന്തിനാ ഉപനിഷത്ത് പഠിക്കണം? എന്തിനാ ഗീത വായിക്കണം? ആ രണ്ട് വരി മനസ്സിലിട്ട് ഇങ്ങനെ അമ്മാനാടിയ പോരെ. ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, എന്താ ഞാൻ ആദ്യം പറഞ്ഞത്? ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വിധികൃതം വന്ന ഭോഗം, വാട്ട് ഈസ് ഡ്യൂ ടു മീ, അത് വന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. ഐ ആം എ ഫൂൾ ഇഫ് ഐ റെഫ്യൂസ്. ഒരു ഇന്ദ്രിയ സുഖം എനിക്ക് വന്നു എന്നിട്ട് ഞാൻ ഇത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്നതാണ്, ഞാൻ ഇത് എടുക്കില്ല എന്ന് തന്നെ വേണ്ട, ഞാൻ ഇതിനെ നിഷേധിക്കുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗിവിങ് മീ ഹാപ്പിനെസ്. ഇറ്റ് മേ ഗിവ് മീ പ്ലഷർ. വാട്ട് ഗിവ്സ് മീ പീസ് ഈസ് മൈ മൈൻഡ്. ബാക്കിയുള്ളതൊക്കെ നക്കാപ്പിച്ച ഹാപ്പിനെസ്, പ്ലഷർ, ആനന്ദം തരുന്നില്ല എനിക്ക്. ആനന്ദം തരുന്ന എൻ്റെ മനസ്സാണ്. അൾട്ടിമേറ്റ്ലി ആനന്ദം തരുന്ന എനിക്ക് എൻ്റെ മനസ്സാണ്. മനസ്സിലായോ? അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. മെല്ലെ മെല്ലെ മെല്ലെ, ശനൈ ശനൈ, മെല്ലെ മെല്ലെ. അടുത്ത നിമിഷം മുതൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങരുത്, വീട്ടിൽ കലഹം ഉണ്ടാവും. മെല്ലെ മെല്ലെ, ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട. അത് നമുക്ക് തന്നെത്താൻ സെൽഫ് എന്താ മോട്ടിവേറ്റിംഗ് എക്സസൈസ് ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. വേറെ ആരും അറിയണ്ട, ഒരാളറിയില്ല. ഒരു ഗസറ്റിൽ പബ്ലിക് നോട്ടിഫിക്കേഷൻ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. തന്നെത്താൻ ഓരോ കർമ്മങ്ങളിലും ഓരോ മിനിറ്റിലും ഓരോ ദിവസവും പ്രോഗ്രസ് പ്രോഗ്രസ് പ്രോഗ്രസ്. എന്തുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? നമ്മുടെയൊക്കെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അത്രയ്ക്ക് ഉണ്ട്. ആനന്ദം അനുഭവിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മളത് എടുക്കുന്നില്ല. ഖനനം ചെയ്യാനുള്ള ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മളുടെ സെൽഫ് ഡിസൈൻഡ് പ്രൊപ്പല്ലിങ് ഫാക്ടേഴ്സ് നമ്മളെടുത്തുണ്ട്, നമ്മളത് എടുത്ത് പ്രയോഗിക്കുന്നില്ല. ഒന്നുകിൽ അതിനുള്ള എന്താ പറയുക കഴിവ് നമുക്കുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സഹനശക്തി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ അതിനുള്ള ഡിറ്റർമിനേഷൻ ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നം, ഇല്ലാത്ത പ്രശ്നമല്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ വി ആർ നോട്ട് ഓൺ എ എന്താ പറയുക, ഒരു പ്ലഷർ ട്രിപ്പിലല്ല നമ്മൾ പോകുന്നത്. വി ആർ ഗോയിങ് ഓൺ എ സ്പിരിച്വൽ ട്രിപ്പ്. ഒരു സ്പിരിച്വൽ പാത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു ആധ്യാത്മിക പിക്നിക്കിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് ആലോചിച്ച് സ്വയം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയണ്ട, ആരും അറിയണ്ട. മനസ്സിലായോ? അടുത്ത നാമം മാർഗ.
മാർഗ മീൻസ് മുമുക്ഷുക്കളാൽ അന്വേഷിക്കപ്പെടുന്ന മാർഗം. ഈശ്വര സാക്ഷാത്കാരത്തിന് അതിന് അർഹതപ്പെട്ട മുമുക്ഷുക്കൾ അന്വേഷിക്കുന്ന മാർഗം. ഏത് മാർഗത്തിൽ പോയാലാണ് നമുക്ക് സാക്ഷാത്കാരം കിട്ടുക? ഇതിനു മുമ്പ് നമ്മൾ ഈ നാമങ്ങൾ കണ്ടിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന നാമങ്ങൾ. മാർഗം എന്നുള്ള വാക്ക്, മാർഗം എന്നുള്ള വാക്കും അർത്ഥം വരുന്ന വേറെ വാക്കുകളും കണ്ടിട്ടുണ്ട്. ശ്രീനിവാസ സദാംഗതി ഒരു നാമാണ്, തന്നെയാണത്. ശ്രീനിവാസ സദാംഗതി, സദാഗതി. മുക്താനാം പരമാം ഗതി, അതും തന്നെയാണ്. അതുപോലെ രണ്ടു ദിവസം മുമ്പ് നമ്മൾ, 2 ദിവസമല്ല, ഒരാഴ്ച മുമ്പ് നമ്മൾ ഇട്ടതാ മാർഗ എന്ന പേര്. വിക്ഷരോരോഹിതോ മാർഗ, അതും തന്നെയാണ് പറയണത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കൃപയാകുന്നു ഈ മോക്ഷമാർഗം, ദ ഗേറ്റ് ടു മോക്ഷ. അത് ഭഗവാന്റെ കൃപയാണ്. ഭഗവാന്റെ കൃപ കൊണ്ടാണ് അത് തുറന്നിട്ടിരിക്കുന്നത്. അവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, ഭഗവാന്റെ കൃപയാണത്. എൻടൈറ്റിൽഡ് ആണെങ്കിൽ എൻ്റർ ചെയ്യാം. ഇഫ് യു ആർ എൻടൈറ്റിൽഡ് യു എൻ്റർ. ഒന്നുകിൽ ജ്ഞാനം, അല്ലെങ്കിൽ ഭക്തി, അല്ലെങ്കിൽ കർമ്മം, അല്ലെങ്കിൽ യോഗം. ഈ 4 മാർഗങ്ങൾ ഏതാച്ചാൽ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന, നിങ്ങളുടെ മെൻ്റൽ മേക്കപ്പിന് ഇണങ്ങുന്ന, നിങ്ങളുടെ മെൻ്റൽ എന്താ പറയുക ഫ്രെയിം വർക്കിന് ഇണങ്ങുന്ന കർമ്മങ്ങൾ, മാർഗങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇഫ് യുവർ ഹെഡ് ഈസ് ഡെവലപ്ഡ്, ദാൻ യുവർ ഹാർട്ട് ഗോ ഫോർ ജ്ഞാന, നോളജ്. ഇപ്പോൾ നോക്കിയാലും ചിന്തിക്കുക, ഉപനിഷത്തുകൾ, വേദങ്ങളൊക്കെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ ബുദ്ധിക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർഗം പൊക്കോളൂ. അതല്ല, എനിക്ക് ഈ തലച്ചോറുണ്ടല്ലോ പണിയൊന്നും, എന്നോട് മൈ അപ്സ്റ്റേഴ്സ് ഈസ് ടു ലെറ്റ്, അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തേക്കുക. അപ്പോൾ അവിടെ ആരും ഇല്ല താമസം. അതുകൊണ്ട് ചിന്തിക്കാനൊന്നും അധികം ഭാരിച്ച പണികളൊന്നും എന്നോട് പറയണത്. പക്ഷേ ഐ ആം എ കൈൻഡ് ഹാർട്ടഡ് മാൻ, ഐ ആം എ ലവബിൾ മാൻ, ഐ ഹാവ് എ ബിഗ് ഹാർട്ട്. മതി, ഭക്തിയോഗത്തിൽ പോയിക്കോളൂ. ഇഫ് യുവർ ഹാർട്ട് ഈസ് മോർ ഡെവലപ്ഡ് ദാൻ ദ ഹെഡ്, ഗോ ഫോർ ഭക്തി. അല്ല, ചിലവർക്കുണ്ട് രണ്ടും ഒപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, 50-50. ചിന്തിക്കുകയൊക്കെ ചെയ്യും ഞാൻ, പക്ഷെ അതേ സമയത്ത് അധികം ഒന്നും അങ്ങോട്ട് ചിന്തിക്കില്ല. വാത്സല്യവും പ്രേമവും ലാളനയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും അധികം കരകവിഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ കർമ്മയോഗത്തിന് പോയിക്കോളൂ, രണ്ടും ഒപ്പാണെങ്കിൽ. ഡു വാട്ട് എവർ വർക്ക്സ് കം ടു യു വിത്തൗട്ട് ഈഗോ ആൻഡ് ഈഗോസെൻട്രിക് ഡിസയേഴ്സ്. കർമ്മയോഗത്തിന് പോയിക്കോളൂ. ഇത് മൂന്നിലും പറ്റാത്തൊരവസ്ഥയാണ് യോഗത്തിന് പോയിക്കോളൂ. ഡിസിപ്ലിൻ യുവർ ബോഡി, കൺട്രോളിങ് യുവർ ബോഡി, യു കൺട്രോൾ യുവർ മൈൻഡ്. ആ യോഗ എക്സസൈസ് കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിച്ചോളൂ നിങ്ങളുടെ ഹെഡാണോ ഹാർട്ടാണോ ഡെവലപ്ഡ് എന്ന്. അതനുസരിച്ചിട്ട് ഭക്തിയോഗത്തിലേക്ക് പോയിക്കോളൂ, കർമ്മയോഗത്തിലേക്ക് പോയിക്കോളൂ, ജ്ഞാനയോഗത്തിലേക്ക് പോയിക്കോളൂ. ഇറ്റ് ഈസ് ഓപ്പൺ. ഏത് മാർഗത്തിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ വേറെ വഴിയില്ല, വേറൊരു കുറുക്ക് വഴി നോ. നാന്യപാന്ത വിദ്യതേയനായ, തൈത്തിരീയോപനിഷത്തിലും പുരുഷ സൂക്തത്തിലും കാണുന്നത്. അന്യപാന്ത വിദ്യതേ. അറിഞ്ഞാലും കുട്ടികളെ വേറെ വഴിയില്ല, ഈ പറഞ്ഞ മാർഗം അല്ലാണ്ട് വേറെ ഇല്ല. ഭഗവാൻ കാണിച്ചു തന്ന മോക്ഷപ്രാപ്തിക്കുള്ള ഈ മാർഗമല്ലാണ്ട് വേറെ നോ കുറുക്ക് വഴി, നോ ഷോർട്ട് കട്ട്, നോ ക്രുക്കഡ് വേ, സ്ട്രേറ്റ് ഫോർവേഡ്. നോ അതർ വേ. മനസ്സിന് ഇണങ്ങിയ മാർഗം സ്വീകരിക്കാം. അത് തന്നെ ഭക്തിമാർഗം എടുത്തത്. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ജ്ഞാനമാർഗം എടുക്കാം, ആരും ചോദിക്കില്ല. ഒന്നാമത് ആരാ അറിയണം നമ്മൾ ഭക്തനാണോ ജ്ഞാനിയാണോ കർമ്മയോഗിയാണോ എന്നൊക്കെ ആരാ അറിയണം? ആരും അറിയില്ല. ഇതിലേതെങ്കിലും ഒന്ന്, ഇതിൻ്റെ രസം എന്താ അറിയും, ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ ബാക്കി 3 സബ്സിഡറി ആയിട്ട് പിന്നാലെ വന്നോളും. അപ്പോൾ നമ്മൾ ഭക്തിയോഗ തിരഞ്ഞെടുത്ത് വെച്ചാൽ നമ്മുടെ മുമ്പ് നടക്കുന്നത് ഭക്തി സെൻട്രി ആവും. നമ്മുടെ എസ്കോർട്ടിന് നടക്കുന്നത് ഭക്തി വേഷാണിച്ചിട്ടുള്ള സെൻട്രി ആവും. പക്ഷേ നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു ഭാഗത്ത് ജ്ഞാന സെൻട്രി ഉണ്ടാവും, മറ്റു ഭാഗത്ത് കർമ്മ സെൻട്രി ഉണ്ടാവും. 3 കൂടിയിട്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. മുമ്പ് നടക്കേണ്ട ആൾ വേറെ ആണെങ്കിലും. അതുപോലെ നമ്മൾ ജ്ഞാനി ആണെന്ന് വിചാരിക്കുക,
ജ്ഞാന സെൻട്രി മുമ്പിലുണ്ടാവും, ഭക്തനും ഭക്ത സെൻട്രിയും കർമ്മ സെൻട്രിയും ബാക്കിലുണ്ടാവും. കർമ്മയോഗിയാണെന്ന് വിചാരിക്കുക, കർമ്മ സെൻട്രി മുമ്പിലുണ്ടാവും, ഭക്തി സെൻട്രിയും ജ്ഞാന സെൻട്രിയും പിന്നിലുണ്ടാവും. മറ്റത് മെയിൻ, അതെൻ്റെ മെയിൻ അവൊക്കേഷൻ, മെയിൻ സബ്ജക്റ്റ്. കോളേജിലൊക്കെ പഠിപ്പിക്കില്ലേ, മെയിനും സബും ഇല്ലേ, എന്താ അതിന് പറയാം, ഇച്ഛൈക വിഷയം, എന്തോ ഒരു വിഷയം പറയും, എന്തോ ആവട്ടെ, ഐച്ഛിക വിഷയം എന്തോ, സബും മെയിനും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ സബ് എടുക്കുന്നുണ്ടാവും, നമ്മൾ സബ് മാത്സ് എടുത്തിട്ടുണ്ടാവും, അല്ല മെയിൻ മാത്സ് എടുത്തിട്ടുണ്ടാവും, സബോ അത് കെമിസ്ട്രിയും ഫിസിക്സും. അല്ലെങ്കിൽ മെയിൻ ഫിസിക്സ് എടുത്തിട്ടുണ്ടാവും, സബോ മാത്സും കെമിസ്ട്രിയും ഇല്ലേ. കൂട്ടാൻ വയ്ക്കണ കണ്ടില്ലേ വീട്ടിൽ, തറവാട്ടുകളിൽ എന്താ വലിയമേ കൂട്ടാൻ, എന്താ കൂട്ടാൻ പറയാ, മുരിങ്ങക്കായും മാങ്ങയും കുമ്പളങ്ങയും. പിറ്റേ ദിവസം ചോദിക്കും ഇന്നെന്താ വലിയമേ കൂട്ടാൻ, മാങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായും. ഹേയ് ഇന്നലെ അതല്ലേ പറഞ്ഞത്, ഇന്നലെ കുമ്പളങ്ങയും മാങ്ങയും എന്നാണ് ഞാൻ പറഞ്ഞത്, മാങ്ങയും കുമ്പളങ്ങയും എന്നല്ല പറഞ്ഞത്. ഓ ശരി, നാളെയോ മുരിങ്ങക്കായും കുമ്പളങ്ങയും മാങ്ങയും. ഇതന്നെ, ഇത് ഏതെങ്കിലും ഒന്ന് മെയിൻ, മറ്റതൊക്കെ സബ്. ഇതന്നെയാ, മനസ്സിലായില്ലേ? അത് ഏതാ വേണ്ടച്ചാൽ നമുക്ക് തീരുമാനിച്ച് നമ്മളുടെ ഇഷ്ടപ്രകാരം പോകാനുള്ള സകല വിധമായിട്ടുള്ള സ്വാതന്ത്ര്യവും നമ്മളുടെ മതം, നമ്മളുടെ സനാതന ധർമ്മം നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്, ധാരാളം തന്നിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നടക്കാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം നിർത്താൻ വിടാം. നാളത്തെ നാമം നമുക്ക് നാളത്തെ ക്ലാസ്സിലെടുക്കാം. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.